നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് അടിയൊഴുക്കുകൾ, പ്രത്യേകിച്ച് ചില മേഖലകളിൽ നമ്മൾ വിചാരിക്കാത്ത ചില മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളൊക്കെ അവിടുത്തെ ഫലത്തെ സ്വാധീനിക്കും. അത്തരം ഈ അവസാന മണിക്കൂറിലെ അടിയൊഴുക്കുകൾ ആരെങ്കിലും കടപുഴക്കുമോ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ? അതൊരു കാണാക്കഥകളാണ്. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ അനുസരിച്ച് പലയിടങ്ങളിലും ഈ ഏജൻറ്റന്മാരുണ്ട്, പാർട്ടിയുടെ ഏജൻറ്റന്മാർ. അവർ പണവുമായി നേരിട്ടോ പണവുമായി പരോക്ഷമായിട്ടോ ചില കോളനികളിൽ ഇറങ്ങും. ആദിവാസി കോളനികൾ, ഹരിജൻ കോളനികൾ, ഇവിടെയൊക്കെ ഇറങ്ങി അവരെ പ്രലോഭിപ്പിച്ച് ഈ പണം കൊടുത്ത് വോട്ട് ചെയ്യിക്കും. മറ്റൊന്ന്, ചില നേതാക്കന്മാരെ വിലക്കെടുക്കും. പ്രമുഖരായ നേതാക്കന്മാരെ വിലക്കെടുത്തു. ആ വിലക്കെടുക്കുന്ന നേതാക്കന്മാർ സ്വാഭാവികമായും അവർ ചവിട്ടിപ്പിടിക്കും, ചില അട്ടിമറി നടത്തും. കാരണം അവർക്ക് വൻ തുക ഓഫർ ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ ഇലക്ഷൻ ഞാൻ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ അവിടുത്തെ വർക്കലക്കാർ എന്ന് പറയുന്ന വർക്കലയിലെ MLA വിലക്കെടുത്തു. വർക്കലക്കാരനെതിരെയുള്ള ഒരു ആരോപണമാണ്. അതെ, വിലക്കെടുത്തിട്ട് അയാൾ എനിക്കെതിരായി എൻ്റെ ജീപ്പിൽ നിന്നുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കാതെ പ്രതികൂലമായി കാര്യങ്ങൾ ചെയ്തു. പിന്നിവിടെ അട്ടിമറികൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ല, എല്ലാം ഇൻഡയറക്റ്റാണ്. പണം കൊടുത്ത് പ്രലോഭിപ്പിക്കാം, ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിക്കാം. പിന്നെ ട്രേഡ് യൂണിയനുകൾ, ഈ ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള ചില മത്സരങ്ങളും പിന്നെ അവരുടെ അകത്തുള്ള ഐക്യവും പിന്നെ അവരുടെ പടലപ്പിണക്കങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിക്കും. പിന്നെ മതവിഭാഗങ്ങൾ, ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവരുടെ കത്തോലിക്ക സഭയുടെ, ലത്തീൻ കത്തോലിക്ക സഭയുടെ ഫണ്ട് ഫ്രീസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നേരെയാകും. പിന്നെ നേരെയുള്ള കുർബാന നടത്തണം എന്ന് പറഞ്ഞാൽ അവർ അംഗീകാരം കൊടുക്കും. പിന്നെ മാതാമൃതാനന്ദമയിയുടെ ഒരു വലിയ ഭക്തജനമുണ്ട്. പിന്നെ ശ്രീ രവിശങ്കറിൻ്റെ കീഴിൽ മറ്റൊരു ഭക്തജനമുണ്ട്. ബ്രഹ്മകുമാരീസിൻ്റെ കീഴിൽ കുറച്ച് ജനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണെങ്കിൽ പോലും അത് എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഒരു 100 വോട്ട് ഒരു നിയോജക മണ്ഡലങ്ങളിൽ മാറിയാൽ സ്ഥിതിയാകെ തിരിഞ്ഞു മറിഞ്ഞു വരുമല്ലോ, അതിൻ്റെ ഇരട്ടി ഫലം ഉണ്ടാക്കും. പിന്നെ അക്രമങ്ങൾ, ഈ അക്രമങ്ങളെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ചില ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂ നിൽക്കുന്നവരെ വിരട്ടി ഓടിക്കാൻ വേണ്ടി ഈ ചില അക്രമികളെ അയച്ച് അവിടെ ശിഥിലമാക്കും. അപ്പോൾ പലരും വോട്ട് ചെയ്യാൻ വരത്തില്ല. പിന്നെ പ്രചരണങ്ങൾ, അയ്യോ അങ്ങോട്ട് പോകരുത്, ആ ബൂത്തിൽ ഭയങ്കര അടിയാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ ഉന്നം വെച്ചിട്ട് വിലക്കും. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ ക്രൈസ്തവ സഭയിലെ ആൾക്കാരും സ്ത്രീകളും അതിരാവിലെ വന്ന് ആലപ്പുഴയിൽ വോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ എതിർ ഘടകങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിൽ പോലും അവർ കട്ടിക്ക് നിന്ന് വോട്ട് ചെയ്തിട്ടാണ് പോവുക. പിന്നൊന്ന്, പോളിംഗ് ഏജന്റന്മാരെ വിലക്കെടുക്കും. പോളിംഗ് സ്റ്റേഷനകത്തുള്ള ഏജന്റന്മാരെ വിലക്കെടുക്കും. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പണം കൊടുത്ത്. രണ്ട്, ഭീഷണിപ്പെടുത്തി. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിന്റെ തല കാണത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കള്ളവോട്ടുകൾ ചെയ്യും, നീ അത് അനുവദിച്ച് ഇരുന്നേക്കണം, മിണ്ടാതിരുന്നേക്കണം എന്ന് പറഞ്ഞ് ബൂത്തിനകത്ത് പോലും ഇങ്ങനെയുള്ള തിരിമറികൾ നടത്തും. മറ്റൊന്ന്, പോളിംഗ് ഏജന്റ് ഉദ്യോഗസ്ഥന്മാരെ വരട്ടും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, കിടക്ക, കുടിക്കാൻ വെള്ളം, ഭക്ഷണം സുരക്ഷിതമായി നിങ്ങളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോളിംഗ് ഓഫീസർമാരെ വരെ വിലക്കെടുക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യും. അതിന് ഒരുപാട് തന്ത്രങ്ങളാണ് ഇവർ മെനയുക, പലയിടത്തും കണ്ടിട്ടുണ്ട്. പിന്നൊന്ന്, ഇലക്ഷൻ സമയത്ത് ചില ഗുണ്ടാപ്പട ഇറങ്ങും.
ഗുണ്ടാപ്പട ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുമ്മാ അവിടെ ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി ഇന്നത് നടത്തി എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പുറത്തെ ആൾക്കാരും ഒരു ഗുണ്ടാപ്പടയെ ഇറക്കേണ്ടി വരും. ഒരു പ്രയോജനവും ഇല്ല. അവരായുധങ്ങളുമായി ഇങ്ങനെ അലറി വിളിച്ച് നടന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരെയൊക്കെ ഫോണിൽ ഇത് ഈ അവസാനം പണം കൊടുക്കുകയും വേണം. പിന്നെ ട്രേഡ് യൂണിയനുകൾ, ഇപ്പം തന്നെ ട്രേഡ് യൂണിയനുകളും ഈ പണം കിട്ടാൻ അർഹമായ തരത്തിൽ ജോലി 100,000 പേർക്ക് കഴിഞ്ഞ 5 കൊല്ലത്തിനകം LDF സർക്കാർ ജോലി കൊടുത്തു. യൂണിയൻ്റെ കാര്യം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാണ് INTUC. പക്ഷെ കേരളത്തിൽ INTUCയുടെ പ്രസിഡന്റ് പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ സംശയാസ്പദമായിട്ടുണ്ട്. INTUCയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ INTUC ചിലയിടങ്ങളിൽ നിശബ്ദത പാലിക്കും. ഭരണത്തിനെതിരായി ചവിട്ടി പിടിക്കുക എന്ന് പറയുന്ന നിശബ്ദത പാലിക്കുന്നതാണ് പ്രവർത്തനത്തിന്. അതെ. പിന്നൊന്ന് നമുക്കെന്ത് പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ സ്വാഭാവികമായി ട്രേഡ് യൂണിയനുകളുടെ ചില നേതാക്കന്മാർ ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോ വിജയിപ്പിക്കേണ്ട ചുമതല DCC പ്രസിഡൻ്റായ പാലോട് രവിക്കാണ്. പക്ഷേ ആ റോഡ് ഷോ വിജയിപ്പിക്കാൻ ആവശ്യമായ തരത്തിൽ ഒറ്റ കാര്യവും അദ്ദേഹം ചെയ്തില്ല. പിന്നെങ്ങനെയാണ് ഒരു പാർട്ടി ആളുകൾ DCC പ്രസിഡന്റ് DC പ്രസിഡന്റാണ്. അയാളെ കുറിച്ചും എനിക്ക് ആക്ഷേപമുണ്ട്. ശശി തരൂരിന് ആക്ഷേപമുണ്ടല്ലോ. കാരണം ഈ ആളുകളെ സംഘടിപ്പിച്ച് റോഡ് ഷോ നടത്തുമ്പോൾ 2 സ്ഥലങ്ങളിൽ ചേരികളിൽ വഴികളിൽ ആളുകളെ കൂട്ടി നിർത്തേണ്ട ബാധ്യത DC പ്രസിഡന്റിനുള്ളതാണ്. അതേപോലെ ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ദോഷങ്ങൾ ആ റോഡ് ഷോയ്ക്ക് സംഭവിച്ചു. വിജനമായ തെരുവിലൂടെയാണ് റോഡ് ഷോ പോകേണ്ടി വന്നത്. അതെ. അപ്പോൾ ഈ നേതാക്കന്മാർക്കിടയിൽ തന്നെ പല സ്പർദ്ധകൾ പുലർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് കരുതിയൊക്കെ ചെയ്യുന്നതാണ്. പിന്നൊന്ന് എന്തിനീ കൊല്ലാപ്പാടിന് പോകണം എന്ന് കരുതിക്കൊണ്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. കോൺഗ്രസിൽ ഈ പടലപ്പിണക്കങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ജയിക്കത്തില്ല. അതെല്ലാം എല്ലാ കാലഘട്ടത്തിലും നേതാക്കന്മാർക്ക് എന്താ അതിനെക്കുറിച്ചൊരു ബോധമില്ലാതെ പോകുന്നത്? ബോധമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായി നിന്ന ആൾക്കാർക്കെതിരായി ഞാൻ പരാതി കൊടുത്തിട്ട് ആരെയും മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തില്ല. അവർ തന്നെയാണ് ഇത്തവണയും ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നടക്കുന്നത്. അപ്പോൾ ഒരു നടപടി അവർക്കെതിരെ ഉണ്ടായില്ല. കാരണം അത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏത് ഗ്രൂപ്പുകാരനാണ്, ആ ഗ്രൂപ്പുകാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ ഗ്രൂപ്പ് തലവനുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ തുടങ്ങിയാൽ മറ്റവർ എതിർക്കും. അപ്പം അങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ആളുകളെ വിലക്കെടുക്കുന്ന സമ്പ്രദായം, പാർട്ടി അണികളെ വിലക്കെടുക്കുന്ന സമ്പ്രദായം. പിന്നെ ഇപ്പം തന്നെ തോമസ് ഐസക്കിനെതിരായൊരു പരാതി ഉണ്ടായി. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാരെ സംഭാവന ചെയ്തിട്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുകയും മീറ്റിങ്ങിൽ പോവുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെയും പരാതി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡ് യൂണിയനുകൾ ഒരു വലിയ തരത്തിൽ കുടുംബശ്രീ പോലെയുള്ള ഘടകങ്ങൾ വലിയ തരത്തിൽ ഇവരുടെ വിലക്കെടുത്തിട്ട് കൂടെ നിർത്തുകയാണ്. ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ യൂണിയനുകൾ തന്നെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത യൂണിയനുകൾ തന്നെ പരസ്പരം കലഹിക്കുന്നുണ്ട്. പിന്നൊന്ന് ഒരു സ്ഥലം മാറ്റത്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ ചെറിയ ശതമാനം ആളുകൾ വോട്ട് മറിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ആ തരത്തിൽ നിശബ്ദരാകുക, വോട്ട് മറിക്കുക, ഈ നേതാക്കന്മാർ വിചാരിച്ച അണികളെ കൊണ്ട് വോട്ട് മാറി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ വലിയ തോതിൽ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? മാറി ചെയ്യുന്നതല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാലേ എൻ്റെ കീഴിലുള്ള കുറച്ചു പേർ കേൾക്കൂ. ഇപ്പം ഞാനൊന്നും പറയുന്നില്ലെങ്കിൽ അവർ കേൾക്കത്തില്ല. കാരണം അവർ പറയുക എൻ്റെ നേതാവ് ഒന്നും പറയുന്നില്ലല്ലോ, അവർ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കും. അങ്ങനെ വരുമ്പോൾ ചില ഇടങ്ങളിൽ അവർ ബൂത്തുകളിൽ പോവുകയോ ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഒരു 5% വോട്ടുകൾ ചെയ്യാതെ ഇരിക്കും. പിന്നൊന്ന് തങ്ങൾക്ക് ജോലി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരോധം ഭാവിച്ചുകൊണ്ടിരിക്കും. പിന്നെ അട്ടിമറികൾ എന്ന് പറഞ്ഞാൽ എല്ലാം സാമ്പത്തികമാണ്. മറ്റൊന്ന് ഗുണ്ടായിസമാണ്, മറ്റൊന്ന് പോലീസാണ്. അപ്പം ഇത് എല്ലാം ഓരോ തരത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൈനഗിരിയിലൊക്കെ ദിനകരൻ മത്സരിക്കുമ്പോൾ ബോട്ടിലാണ് പോകേണ്ടത്, വെള്ളക്കെട്ടാണ്. അപ്പോൾ കരയിൽ നിന്നിട്ട് കൂവും.
കൂവുമ്പോൾ സ്വാഭാവികമായും മൈക്ക് അനൗൺസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സ്ഥാനാർത്ഥി അതിനെ കളവച്ച് വയ്ക്കത്തക്ക മട്ടിൽ പ്രസംഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ സ്ത്രീകൾ ജൗളി പൊക്കി കാണിക്കും. ഒന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ താമരാക്ഷൻ, എൻ്റെ കോളേജിലെ അധ്യാപകനാണ്. താമരാക്ഷൻ മത്സരിച്ചപ്പോൾ താമരാക്ഷൻ ഇങ്ങനെ വോട്ട് ചോദിച്ചപ്പോൾ സ്ത്രീയുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായി. ആളുകളൊക്കെ അങ്ങ് എതിർത്തു. അവസാനം പിന്നെ താമരാക്ഷൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് ഇരുന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് പാർട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ തരത്തിൽ ഉള്ള ഘടകങ്ങളായി ചെയ്യുക. അപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ പോലും സൂക്ഷിച്ച് സംസാരിക്കാവൂ, സൂക്ഷിച്ച് പെരുമാറാവൂ, ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു അകലം പാലിക്കണം, പള്ളികളിൽ പോകുമ്പോൾ ഒരു അകലം പാലിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാന ഘടകങ്ങളാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ സമസ്ത മുടക്കി നിൽക്കുകയാണ്. SDPI വോട്ട് ചെയ്യാം ഞങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞപ്പോൾ കോൺഗ്രസ് വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നിട്ട് പറയുന്നു ഞങ്ങൾ വോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഇന്ത്യ ഭരിക്കാൻ വരുന്ന പാർട്ടി ഞങ്ങളുടെ അവകാശങ്ങളെയും ഞങ്ങളുടെ സുരക്ഷിതത്വത്തെയും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ബാധിക്കും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും എന്ന് വരുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഒരു ഭരണകക്ഷി ഉണ്ടാവാതിരിക്കാൻ BJPക്കെതിരായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തെ സംഘടിപ്പിക്കുന്നത്. ഇപ്പം പിണറായി വിജയൻ തന്നെ എന്ത് കർക്കശമായിട്ടാണ് ഈ പ്രത്യക്ഷമായി CAA നടപടിക്കെതിരെ സമരം ചെയ്യുന്നത്. മുസ്ലിം വോട്ട് മാത്രം മാനിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമില്ല. കേരളത്തിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അത് വേറെ ചില ആളുകളെ മാനിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊന്ന്, ഇത് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല, അതൊക്കെ വേറെ ദിവസം സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. പല നേതാക്കന്മാരും ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടുണ്ട്. നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. കാരണം ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം കൊണ്ട്, അവരെ അംഗീകരിക്കാത്തത് കൊണ്ട്, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ഒക്കെ ആളുകൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എനിക്കറിയാവുന്ന ഒരു AV ഗോപിനാഥ് ആലത്തൂര് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അപ്പോൾ ഗോപിനാഥിൻ്റെ കൂടെ കുറച്ചേറെ പേരുണ്ട്. അയാളൊരു ഒരു പ്രത്യേക നീറ് പോലെയുള്ള ഒരു പ്രവർത്തകനാണ്. 500 പേര് അയാളുടെ കൂടെയുണ്ട്. കുറച്ച് കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ ഗോപിനാഥിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൂട്ടുപിടിക്കുകയും അവർക്ക് സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യുകയും ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ, അട്ടിമറികൾ ഈ അവസാന നിമിഷത്തിൽ ഉണ്ടാവും. പിന്നൊന്ന്, നിങ്ങളെന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. 2 കൊല്ലമുണ്ട് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അട്ടിമറികൾ നടത്തുന്ന ശീലം തൊഴിൽ രംഗത്തും വോട്ടിംഗ് രംഗത്തും ഒക്കെയുണ്ട്. പിന്നെ കുളം കുഴിച്ചു തരാം, നിങ്ങൾക്ക് വെള്ളം തരാം, യാത്രാ സൗകര്യം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രേരണകളും പ്രകോപനങ്ങളും ഉണ്ടാക്കുക സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അട്ടിമറികൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ അവസാന നിമിഷങ്ങളിൽ ബാധിക്കും. തെരഞ്ഞെടുപ്പിലെ ഈ അട്ടിമറികളും നമ്മളെ കാണാതെ പോകുന്ന അടിയൊഴുക്കുകൾ ഒക്കെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക, സ്വാധീനിക്കുക എന്നുള്ളത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സാറ് ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം കണ്ടെത്തി കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തില്ല. കൊച്ചു കാര്യമല്ല. ഈ അട്ടിമറികളും അടിയൊഴുക്കുകളും ഒക്കെ നമ്മൾ കാണേണ്ടതാണ്. അത് ഇലക്ഷൻ കഴിയുമ്പോഴേ, വോട്ടെണ്ണുമ്പോഴേ ആ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം. ഓക്കെ സാർ, താങ്ക് യു.